കോഴിക്കോട് മിഠായി തെരുവിൽ കെട്ടിടം തകർന്നു വീണ അപകടം. MP റോഡിൽ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മിഠായി തെരുവിൽ സ്ഥിതി ചെയ്യുന്ന MP റോഡിലെ ഈ കാണുന്ന കോർപ്പറേഷൻ കെട്ടിടമാണ് അല്പസമയം മുമ്പ് അടർന്നു വീണ അപകടമുണ്ടായത്. ഏതാണ്ട് ഒരു 4:30 സമയത്തോടു കൂടിയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ഇന്ന് താഴെ ഒരു കടയുണ്ടായത്, ഒരു മൊബൈൽ ഷോപ്പായിരുന്നു. ആ കടയുടെ തൊട്ട് മുകളിലേക്കാണ് ഇത്തരത്തിൽ സെൻസൈഡിൻ്റെ ഭാഗം അടർന്നു വീണ് അപകടമുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് വലിയങ്ങാടിൽ ഇത്തരത്തിൽ കോർപ്പറേഷൻ കെട്ടിടം തകർന്നു വീണ് 4 തൊഴിലാളികൾ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മിഠായി തെരുവിനകത്തുള്ള കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടത്തിൽ സെൻസൈഡ് അടർന്നു വീണ ഒരു അപകടം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 50 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ് ഇതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഒപ്പം ചേരുന്നുണ്ട്. ഈ കട മുന്നേ നടത്തിയ ആളായിരുന്നല്ലേ? ഞാനൊരു 20 വർഷം മുന്നേ നടത്തിയിട്ട് പോയതാ. അന്ന് ഇവിടെ ഈ തീപിടുത്തം ഉണ്ടായിരുന്നു. 8 കുട്ടികൾ മരിച്ച സംഭവം. ബിൽഡിങ്ങിന് ഒരുപാട് കാലം പഴക്കമുണ്ടോ? 70 വർഷത്തിന് മേലുണ്ടാവും. 70 വർഷത്തിന് മേലുണ്ടാവും. അന്ന് ഇവിടെ തീ പിടിച്ചപ്പോൾ ഇത് കംപ്ലീറ്റ് കത്തി വെണ്ണീറായ ബിൽഡിംഗാ. 70 വർഷം പഴക്കമായ കെട്ടിടമൊക്കെ ഇങ്ങനെ നിലനിർത്താൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. കോർപ്പറേഷൻ വന്ന് മൈൻഡസ് ഇവരിപ്പോൾ പരാതി കൊടുത്തിക്കണ് 2 മാസം മുന്നേ. വളരെ മോശമാണ്, നിങ്ങൾ വന്ന് പരിശോധിക്കണം. അപ്പോൾ ഓര് വന്നിട്ട് നിൽക്കണ്ടേ? അതായത് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗം അടർന്നു വീണിട്ട് 3 പേര് ഉണ്ടായിരുന്നു. ദൈവാധീനം കൊണ്ടാണ് കഴിച്ചതായിട്ടുള്ളത്. ഇത്രയും സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറോ കോർപ്പറേഷൻ ഗവൺമെന്റ് സംവിധാനോ ഉദ്യോഗസ്ഥരോട് എത്തിയിട്ടില്ല. ഏറ്റവും വലിയ പരാജയമാണത്. പ്രൈവറ്റ് സെക്ടറുകൾക്ക് എന്തെങ്കിലും പ്രയാസം കണ്ടു കഴിഞ്ഞാൽ അതിന് നോട്ടീസ് അടിക്കുക, ഫൈൻ അടപ്പിക്കുക. കോർപ്പറേഷൻ നോക്കണ്ട, ആദ്യം നമ്മൾ നന്നാവാ, എന്നിട്ട് നാട്ടുകാർ നന്നാക്കരുത്. 4 ആൾ മരണപ്പെട്ടില്ലേ വലിയങ്ങാടിയിൽ? അതിന് ശേഷം വരിക, റിപ്പയർ ചെയ്യുക, ആ അവസ്ഥയിലേക്ക് എത്തുക. എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പഠിച്ചിട്ട് അത് വേണ്ടത് ചെയ്യണം, മുൻകൂട്ടി ചെയ്യണം. എന്തേ അപകടം പറ്റിയതിന് ശേഷമല്ലല്ലോ കോർപ്പറേഷൻ ഇടപെടേണ്ടത്. ഇവിടെ ജനങ്ങളൊക്കെ ഈ ഒരു അപകടം ഉണ്ടായതിൽ വലിയ പ്രതിഷേധത്തിലാണ്. തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് സ്ഥലം കൗൺസിലർ ഒപ്പമുണ്ട്. നമ്മളിപ്പം നിലവിൽ ഇത് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം വെച്ചുകൊണ്ട് തൽക്കാലം വെച്ചിട്ട് വേണ്ട ബാക്കിയുള്ള നടപടികൾ കൂടി ആലോചിച്ച് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടികൾ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് വേണം പറയാൻ. തൊട്ടു മുമ്പിൽ വലിയങ്ങാടിയിലെ അപകടം കിടക്കുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ട ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെയും പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.